നമസ്കാരം. ചിലവ് ചുരുക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. സ്വർണം വാങ്ങൽ കുറയ്ക്കാനും വിദേശയാത്രകൾ ഒഴിവാക്കാനും ഇന്ധന ചിലവുകൾ കുത്തനെ കുറയ്ക്കാനുമാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതും ഹോർമുസ് പ്രതിസന്ധി കാരണം എണ്ണയുടെ ട്രാൻസ്പോർട്ടിംഗ് തടസ്സപ്പെട്ടതുമാണ് പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് പിന്നിലുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷം ഏറ്റവും അധികം ബാധിച്ച രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. രാജ്യം നിലവിൽ പ്രതിസന്ധിയുടെ നടുക്കയത്തിലാണെന്ന സൂചനയാണ് ശക്തമാകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ച് വെറും 2 മാസത്തിനുള്ളിൽ വിദേശ നാണ്യ കരുതൽ ശേഖരം $38 ബില്യൺ കുറഞ്ഞതും ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കൂടുതലായി തുടരുന്നതുമാണ് കർശന നിയന്ത്രണങ്ങൾക്ക് പിന്നിലുള്ളത്. സ്വർണ്ണ ഇറക്കുമതിയിലെ വർധനവും വിദേശയാത്രകൾ വർദ്ധിച്ചതുമാണ് വിദേശ നാണ്യ കരുതൽ ശേഖരം കുറയാൻ കാരണം. 2025-26 2 വർഷത്തിനുള്ളിൽ സ്വർണ്ണ ഇറക്കുമതി തുക ഏകദേശം ഇരട്ടിയായി $72 ബില്യൺ ആയിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ സ്വർണ്ണ ഇറക്കുമതി ബിൽ 2022-23 അപേക്ഷിച്ച് $34 ബില്യൺ നിന്ന് ഏകദേശം ഇരട്ടിയായി. 23-24 ഇറക്കുമതി $45.54 ബില്യൺ ആയിരുന്നു. ഇത് കഴിഞ്ഞ 2 വർഷമായി മൂല്യത്തിൽ ഒരു സ്ഥിരമായ വർധനവിനെ സൂചിപ്പിക്കുകയാണ്. ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ 2ാമത്തെ വലിയ സ്വർണ്ണ ഉപഭോക്താവാണ് ഇന്ത്യ. ഇറക്കുമതി പ്രധാനമായും സ്വർണ്ണ മേഖലയുടെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതിയുടെ ഏറ്റവും വലിയ ഉറവിടം സ്വിറ്റ്സർലൻഡ് ആണ്. മൊത്തം സ്വർണ്ണ ഇറക്കുമതിയുടെ 40% സ്വിറ്റ്സർലൻഡിൽ നിന്നാണ്. തൊട്ടു പിന്നാലെ UAE 16%-ലധികമാണ് ഇവിടെ നിന്നുള്ള ഇറക്കുമതി. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഏകദേശം 10% ഇറക്കുമതിയുമുണ്ട്. 2025-26 സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ഇറക്കുമതി 11.36% വർദ്ധിച്ച് $24.27 ബില്യൺ ആയിട്ടുണ്ട്. ആഗോളതലത്തിൽ അനിശ്ചിതത്വം വർദ്ധിച്ചതോടെ വിദേശ നിക്ഷേപകർ ഓഹരി വിപണികളിൽ വിറ്റഴിക്കൽ തുടർന്നതും തിരിച്ചടിയായിരിക്കുകയാണ്. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും കുറഞ്ഞതും മറ്റൊരു പ്രശ്നമായി തുടരുകയാണ്. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ കുറവ് വരുന്നതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും സ്വർണത്തിനുമുള്ള ചെലവ് കുറയ്ക്കാനാണ് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. സാമ്പത്തിക വിവേകം വേണമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. സാമ്പത്തിക വിവേകത്തിന്റെ ആവശ്യകത ഊന്നിപ്പറയുന്ന അദ്ദേഹം ഇറക്കുമതി ഭാരം കുറയ്ക്കുന്നതിനും വിലയേറിയ വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനുമായി കൂടുതൽ സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമായ മാർഗങ്ങൾ സ്വീകരിക്കാനാണ് അഭ്യർത്ഥിക്കുന്നത്. അത്യാവശ്യമല്ലാത്ത വിദേശയാത്രകൾ ഒഴിവാക്കുക, സ്വർണം വാങ്ങലുകൾ കുറഞ്ഞത് 1 വർഷത്തേക്കെങ്കിലും മാറ്റിവെക്കുക അദ്ദേഹം ആവശ്യപ്പെടുന്നു. താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായാലും ക്രൂഡ് ഓയിൽ വില ഉയർന്നതും അസ്ഥിരവുമായി തുടരാൻ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നിർണായക സമയമാണ്. തുടർച്ചയായി ഉയർന്ന ക്രൂഡ് ഓയിൽ വില കറന്റ് അക്കൗണ്ട് കമ്മി വർദ്ധിപ്പിക്കുകയും പണപ്പെരുപ്പത്തിലേക്ക് നേരിട്ട് നയിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് മുന്നിലുള്ളത്. ഈ സ്ഥിതിവിശേഷം രാജ്യം എങ്ങനെ നേരിടും എന്നതാണ് പരമപ്രധാനമായ കാര്യം.